അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. നമ്മുടെ വിചിന്തനത്തിനായിട്ട് സ്വർഗം നൽകുന്ന വിഷയം ദൈവജനം അനുഗ്രഹം പ്രാപിക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. എന്താണ്? ദൈവജനം അനുഗ്രഹം പ്രാപിക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം എന്ന് പ്രിയ സഹോദരങ്ങളെ സ്വർഗം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അപ്പോൾ ശരിക്കും നമ്മൾ ഇനിയപ്പോൾ അത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല, മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ മനുഷ്യർ അനുഗ്രഹം പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യേണ്ടത് അതിനെ ഞാൻ സന്നദ്ധനാണോ അല്ലയോ എന്നാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞാൻ എന്ന വ്യക്തി സന്നദ്ധനാണോ, ഞാൻ എന്ന വ്യക്തി സന്നദ്ധയാണോ എന്നാണ് ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിചിന്തനത്തിനായി ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ തുടർന്ന് ഹെബ്രായ ലേഖനം 3:7 ഒരു ദൈവ പൈതൽ ഏത് മനോഭാവത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കണം, ഏത് മനോഭാവത്തോടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കണമെന്ന് ഹെബ്രായ 3:7 കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ, അതായത് ഇവിടെ ഈ ചെന്നൈ മിഷനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെ പ്രിയ സഹോദരങ്ങളെ ശരിക്ക് പുറപ്പാട് സംഭവത്തിലെ ആ ഒരു സംഭവം പറയണം. മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ ദൈവജനം മോശയോടൊക്കെ പിറുപിറുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് അപ്പമില്ല, ഞങ്ങൾക്ക് മാംസമില്ല, നീ എന്തിന് ഞങ്ങളെ കൊടുന്നേ, ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ ഈജിപ്തിൽ പട്ടിണി കിടന്ന് മരിക്കായിരുന്നില്ല, ഇതിനേക്കാൾ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ദൈവജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവിടുത്തെ, അതായത് ഈ ദിനത്തിൽ 2017 ആണ്ടിൽ ഫെബ്രുവരി മാസത്തിൽ കർത്താവിൻ്റെ വചനം അല്ലയോ ചെന്നൈ നിവാസികളെ ഇന്ന് നിങ്ങൾ ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ മക്കളെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, മക്കളെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മറ്റൊരു തരത്തിൽ ദൈവവചനത്തോട് മറുതലിക്കുന്നത് ഒരു ദൈവ പൈതലിന് ഭൂഷണമല്ല. ദൈവവചനത്തോട് മറുതലിക്കുന്നത് ഒരു ദൈവ പൈതലിന് ഭൂഷണമല്ല. നമ്മൾ ഈ വർഷം എന്ത് വർഷമായിട്ടാണ് ആചരിച്ചത്? ഈ വർഷം കരുണവർഷം, കരുണയുടെ അല്ലേ, കാരുണ്യവർഷം. പ്രിയ സഹോദരങ്ങളെ, ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തിരുസഭയിൽ ബെനഡിക്റ്റ് പാപ്പയായിരുന്ന സമയത്ത് നേതൃത്വം കൊടുത്തിരുന്ന പാപ്പ നയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു വർഷം ഉണ്ടായിരുന്നു. അതാണ് വിശ്വാസവർഷം. വിശ്വാസവർഷത്തിലെ ബെനഡിക്റ്റ് പാപ്പ ഈ വിശ്വാസത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസവർഷം ആചരിക്കുന്നത്? അതിൻ്റെ ആരംഭത്തിൽ ബെനഡിക്റ്റ് പാപ്പയായിരുന്നു, അവസാനമാകുമ്പോഴേക്കും ഫ്രാൻസിസ് പാപ്പ വന്ന കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ ഇതിൻ്റെ വിശ്വാസികൾക്ക് എന്തിനു വേണ്ടിയാണ് വിശ്വാസവർഷം? ഓരോ വർഷം ചുമ്മാ അങ്ങനെ പറയുന്നതല്ല, ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് സഭാ നേതൃത്വത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ശരിക്കും പാപ്പാമാർ ഓരോ വർഷത്തെ പ്രത്യേക ആചരണമായിട്ട് കാണുന്നത്. അങ്ങനെ വിശ്വാസവർഷത്തും എന്തൊക്കെയാണ് വിശ്വാസവർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാനായിട്ട് ഒരു അപ്പസ്തോലിക ആഹ്വാനം ബെനഡിക്റ്റ് 16 പാപ്പ ഇറക്കിയായിരുന്നു. അതിൻ്റെ പേരാണ് പോർത്ത ഫീദെ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വാതിൽ. പ്രൈസ് ദി ലോർഡ്. പോർത്ത ഫീദെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വാതിൽ. അതിൻ്റെ ആരംഭം തന്നെ ആ ഒരു അപ്പസ്തോലിക ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ വാതിൽ നമ്മുടെ മുൻപിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു. എന്താണ് പറയുന്നത്? വിശ്വാസത്തിൻ്റെ വാതിൽ നമ്മുടെ മുൻപിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ മണിക്കൂറിൽ നാം കാണുന്നത് ഈ വിശ്വാസത്തിൻ്റെ വാതിൽ എന്നതും അനുഗ്രഹത്തിൻ്റെ വാതിൽ എന്നതും രണ്ടല്ല, മറിച്ച് ഒറ്റ യാഥാർത്ഥ്യമാണ്. എന്താ കാണാൻ പോകുന്നത്? വിശ്വാസത്തിൻ്റെ വാതിൽ എന്നതും അനുഗ്രഹത്തിൻ്റെ വാതിൽ എന്നതും രണ്ടല്ല, മറിച്ച് ഇറ്റ്സ് ജസ്റ്റ് വൺ ആൻഡ് സിംഗിൾ റിയാലിറ്റി. ഇത് ഒറ്റ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ആ വിശ്വാസം എന്നുള്ളടത്ത് അനുഗ്രഹം എന്ന് വെച്ച് വായിക്കാവോ? അങ്ങനെയെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ നമ്മുടെ മുൻപിൽ
എപ്പോഴും തുറന്നു കിട്ടും. ഇനി ഇത് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇത് നിങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ വാതിൽ എങ്ങനെ അനുഗ്രഹത്തിൻ്റെ വാതിലായി പരിണമിക്കുന്നു, എങ്ങനെ രൂപാന്തരപ്പെടുന്നു, ഇത് ശരിക്കും തിരുവചനത്തിൽ തന്നെ പോയിട്ട് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് പോയിട്ട് നമ്മളന്ന് കാണാൻ പോവാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ 2 അന്ധന്മാർ യേശുവിൻ്റെ പുറകിൽ വരികയാണ്. 2 അന്ധന്മാർ യേശുവിൻ്റെ പുറകിൽ വരികയാണ്. അവരുടെ ആഗ്രഹം എന്താ? 2 അന്ധന്മാരുടെ ആഗ്രഹം എന്താ? യേശുവിൻ്റെ പുറകിൽ ദാവീദിൻ്റെ പുത്രനായ യേശുവേ ഞങ്ങളിൽ കനിയണം. ഇങ്ങനെ 2 അന്ധന്മാർ യേശുവിൻ്റെ പുറകിൽ നടക്കുകയാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്തായിരിക്കും? അവർക്ക് കേൾവി ലഭിക്കണമെന്നായിരിക്കുമോ? അന്ധന്മാർ അവർക്ക് കാഴ്ച, അവർ അന്ധരാണ് എന്ന് അവർക്ക് കാഴ്ച കിട്ടണം. അപ്പോൾ ദാവീദിന്റെ പുത്രനായ യേശുവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് ഭയങ്കര വേദനിച്ച് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു? മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലുള്ളതാണ്. യേശു അപ്പോൾ അവരോട് പറഞ്ഞു, കരങ്ങൾ നീട്ടി പറഞ്ഞു, നിങ്ങൾക്ക് കാഴ്ചയുണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല. കാരണം വചനത്തിൽ ഇങ്ങനെ പറയുന്നത് സഹോദരങ്ങളെ, അതായത് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. 2 പേര് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശു എന്ത് ചെയ്യുന്നറിയാവോ? യേശു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നു. എന്നിട്ട് തിരിഞ്ഞ് അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന്. എനിക്ക് ഏത് ചെയ്യാൻ കഴിയുമെന്ന്? നിങ്ങൾ ഇപ്പോൾ അന്ധരാണ് എന്നും നിങ്ങളുടെ ഈ അന്ധത എന്ന വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഇടപെടുന്നതിന് മുൻപ് ഈ 2 അന്ധന്മാരോട് ചോദിച്ച അതേ രീതിയിൽ നമ്മുടെ കർത്താവായ യേശു ഇവിടെയായിരിക്കുന്നു ഓരോ വ്യക്തികളോടും ചോദിക്കുന്നുണ്ട്. അല്ലയോ സഹോദര, നിന്റെ ഈ പാപകരമായ അടിമത്ത ബന്ധത്തിൽ എനിക്ക് ഇടപെടാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ ഈ ഭവനമില്ലാത്ത ഈ അവസ്ഥയിൽ ഇടപെടാൻ കഴിയുമെന്ന്, നിന്റെ ഈ രോഗാവസ്ഥയിൽ എനിക്ക് ഇടപെടാൻ കഴിയുമെന്ന്, നിന്റെ ജീവിത പങ്കാളിയുടെ താന്തോണിത്ത ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ, നിന്റെ ജീവിതത്തിലെ പല രീതിയിലുള്ള തടസ്സത്തിൻ്റെ മേഖലകളിൽ എനിക്ക് ഇടപെടാൻ കഴിയുമെന്ന് അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, നീ വിശ്വസിക്കുന്നുവോ? പ്രിയ സഹോദരങ്ങളെ, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതിന് എന്താണ് അവർ ശരിക്കും മറുപടി പറഞ്ഞത്? 9-ാമത്തെ അധ്യായത്തിലെ അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോർഡ്, we believe that you are the Messiah, you are the Master, you are my Savior, you are my hope. ഇത് പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ യേശുക്രിസ്തുവിന് ഇത് സാധ്യമാണ് എന്ന് ഹൃദയം കൊണ്ടുള്ള ആ വികാരം അധരം കൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ അപ്പൊ കർത്താവ് എന്തു പറഞ്ഞു? എന്നാ നിങ്ങൾക്ക് കാഴ്ചയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു? നോ. യേശു പറഞ്ഞത് എങ്ങനെയാണ് സഹോദരങ്ങളെ? നിങ്ങളുടെ വിശ്വാസം പോലെ. എന്താ? നിങ്ങളുടെ വിശ്വാസം പോലെ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത് എന്ന്? മനസ്സിലായോ? സംഭവമൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം അങ്ങോട്ട് മന്ദീഭവിക്കും. പിന്നെ പ്രായോഗികവാദത്തിലേക്ക് നമ്മൾ പതുക്കെ മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, അച്ഛന് ഓർമ്മ വരുന്നൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ഒരു ദേവാലയം, അവിടെ മുമ്പുണ്ടായിരുന്നൊരു കപ്പ്യാരാണ് തോമസ് ചേട്ടൻ, ഭാര്യ ഡോളി ചേച്ചി, ഒരു മകൾ അവർക്ക്. തോമസ് ചേട്ടന് ശരിക്കും ക്യാൻസർ രോഗമൊക്കെ വന്നിട്ട് തൊണ്ടയിലൊക്കെ വന്നിട്ട് ശരിക്കും ഈശോ സുഖപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലത്ത് അവിടെ ആയിരുന്ന സമയത്ത് 6 മണിക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലുക. എന്താണെങ്കിൽ ഇടവകയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ പരിഹരിക്കാൻ നോക്കും തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റൂട്ട് വേറെ സൈഡിലാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ പ്രശ്നപരിഹാരത്തിനൊക്കെ ഉള്ളതൊക്കെ നിർത്തി. ഞാൻ വേഗം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച ആരാധന. അപ്പോൾ വേറെ ആരും വരാറില്ല. അതായത് അവിടെ 2 കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വരും. അവർ കൃത്യം 5:55 ആകുമ്പോഴേക്കും അവർ ഒരുക്കിയൊക്കെ വയ്ക്കും. പിന്നെ ആത്മാരായിട്ട് വരുന്നവരിൽ ആകെ 3 പേരാണ്. ഈ തോമസ് ഏട്ടൻ ഉണ്ടാവും, നമ്മുടെ കപ്പ്യാരുണ്ടാവും, ഡോളി ചേച്ചി ഭാര്യ ഉണ്ടാവും. അവരുടെ മകൾ വിവാഹം കഴിഞ്ഞവളാണ്. അവൾ ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ, അവൾ വീട്ടിലുണ്ടെങ്കിൽ അവളുണ്ടാവും, അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഈ 2 പേരുണ്ടായിരിക്കും, അച്ഛനുണ്ടായിരിക്കും. ഇതാണ് 6 മണിക്ക് കുർബാന. 6:30 ആകുമ്പോൾ ഒരു 10-12 പേര് ചിലപ്പോൾ കുർബാനയ്ക്ക് വരും. ഇതാണ് അവിടുത്തെ അവസ്ഥയായിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദിവസം, അപ്പോൾ എല്ലാ ദിവസവും അവിടെ കാലത്ത് 6 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ
തോമസേട്ടൻ അവിടെ ഉണ്ടാവും. തോമസേട്ടനാണ് അപ്പോൾ സാധാരണ വാവ യേശുനാഥ് എന്ന ഗാനം പാടി ഈശോയെ എഴുന്നള്ളിച്ചിരിക്കുന്നതിനേക്കാൾ മുമ്പ് വാവ യേശുനാഥ് എന്ന ഗാനം പാടും. തോമസേട്ടൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്കുന്ന പാട്ട് പാടാമെങ്കിലും എന്നാലും അതാണ് പുള്ളിക്ക് ഇഷ്ടമാണത്. പിന്നെ ഞങ്ങൾ മാത്രമുള്ള സിസ്റ്റേഴ്സും പിന്നെ ഞങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ഞാൻ അത് അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ പുള്ളി വാവ യേശുനാഥ എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന എന്തെങ്കിലും ചോദിക്കും. അങ്ങനെ ശരിക്കും എല്ലാ ദിവസവും ഡെയിലി എല്ലാ ദിവസവും 6 മണിയാകുമ്പോഴേക്കും അദ്ദേഹം വന്ന് പള്ളിയകത്ത് ശരിക്കും സജീവമായിട്ടോ കുർബാനയിലും അതുപോലെ തന്നെ ആരാധനയിലൊക്കെ മുട്ടുമ്പോൾ നിന്ന് ചമ്മണ പണിയിട്ട് ഇരുന്നിട്ടുള്ള പരിപാടിയല്ലാന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊരു അഭിഷേകമാണത്. ഈ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോൾ കുറിച്ചിടണം ഞാൻ എങ്ങനെ നിൽക്കണേന്ന്. മനസ്സിലായ? ചില സംഭവം എംഫസൈസ് ചെയ്യുമ്പോൾ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ തോമസേടെ ശരിക്കും മുട്ടുമ്പോൾ നിന്ന് ശരിക്കും അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും മുട്ടുമ്പോൾ നിന്ന് 6 മണിക്കൂർ ദിവികാരുണീശോയുടെ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ ദിവസവും. അങ്ങനെ ഒരു ദിവസം തോമസേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളിയുടെ ഒരു വിഷമം പറഞ്ഞു. അച്ഛാ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് പനമ്പള്ളി ജംഗ്ഷൻ, അതായത് തൃശ്ശൂരിൽ നിന്ന് കുണ്ടുകാട് പള്ളി എത്തുന്നേക്കാളും ഒരു 400 മീറ്റർ മുമ്പായിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ 2.5 സെൻറ്റ് സ്ഥലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വേദന പറഞ്ഞു. അച്ഛാ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണർ വെള്ളമില്ല. വീടുണ്ട്, അതായത് 2.5 സെൻറ്റ് സ്ഥലത്ത് വീടുണ്ട്, പക്ഷേ സ്വന്തമായി കിണറില്ല, വെള്ളമില്ല ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങൾ വേനലാണെങ്കിൽ 300 മീറ്റർ ആ കുന്ന ഇറങ്ങിയിട്ട് 300 മീറ്റർ നടന്നാലാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുള്ളൂ. വർഷക്കാലമാണെങ്കിൽ 75 മീറ്റർ താഴത്തേക്ക് വരണം, എന്നാലേ വെള്ളം കിട്ടുള്ളൂ. തോമാസേട്ടൻ എന്ന് പറയുന്നത് പുള്ളിക്ക് ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ഈ ലോട്ടറി കച്ചവടമാണ്. അന്നന്നേക്ക് വേണ്ടത് അന്നന്ന്. ഡോളി ചേച്ചി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ ഒരു 35 കിലോ വെയിറ്റ് ഉണ്ടാവും. അത്രയും പുള്ളിക്ക് തൊഴിലുറപ്പിൻ്റെ പണിക്കാണ് പുള്ളി. അത് ആരോഗ്യം ഉണ്ടെങ്കിൽ, എല്ലാ ദിവസവും പറ്റില്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകും. ഇതാണ് അവരുടെ അവസ്ഥ. ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒന്നും തന്നെ ഇല്ല. അന്നന്നേക്ക് വേണ്ടത് ഓടി അത് പോകും. അത്രയുള്ളൂ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത്. ഒരു പറഞ്ഞു വെള്ളമില്ല വെച്ചാൽ വലിയ കിണറടിക്കാനുള്ള സാധ്യതയില്ല, ആകെ കൂടിഞ്ഞ് എന്തുള്ളത് കിണറടിക്കാൻ സാധ്യതയില്ല, ബോർവെൽ കുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അച്ഛാ, ബോർവെൽ അടിക്കുന്നവരെയൊക്കെ ഞാൻ കൊണ്ടുവന്നു, പക്ഷേ അവിടെ ഒന്നും വെള്ളം ഇല്ല എന്നാണ്. ആ അടുക്കളയുടെ ഭാഗത്താണ് അവർ കുത്താൻ ഉദ്ദേശിച്ചത്. ആ കൂടി സ്ഥലം അവിടെയേ ഉള്ളൂ, പിന്നെ നടയിലകത്ത് കുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അടുക്കളയുടെ ഭാഗത്ത് ബോർവെൽ കുത്തുന്നവരെ നോക്കിയപ്പോൾ അവിടെ സ്ഥലമില്ല, അവിടെ വെള്ളം ഇല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല പുറകിൽ ഒരു 5 ബോർവെൽ തോമസേട്ടൻ്റെ വീടിൻ്റെ പുറകിൽ കുത്തിയിട്ടുണ്ട്, മറ്റു വ്യക്തികൾ കുത്തിയിട്ടുണ്ട്. ഈ 5 സ്ഥലത്തും വെള്ളമില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ അവസ്ഥ പറഞ്ഞു. എന്നാലും പ്രാർത്ഥിക്കച്ചാ. എന്നിട്ട് പറഞ്ഞു ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വരുന്ന ഒരു ദിവസത്തിൽ ഞാൻ പതുക്കെ തൃശ്ശൂർ പോകണ വഴിക്ക് എൻ്റെ ബൈക്ക് ഞാൻ അവിടെ ഇറക്കി വെച്ച് അവരുടെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ കുന്ന് കയറി അവരുടെ വീട്ടിലേക്ക് ചെന്നു. പുള്ളി നേരെ എന്നെ അടുക്കളയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇവിടെ നിന്ന് ആശീർവദിക്കാൻ പറഞ്ഞു. ഏത് അടുക്കളയുടെ അവിടെ ആശീർവദിക്കാൻ? ഞാൻ എന്താ കാര്യം തോമസേട്ടൻ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അച്ഛാ, ഞാനിവിടെ കുഴൽക്കിണർ അടിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തമാശ പറയരുത്. കാരണം എന്താണെങ്കിൽ ഒന്ന് തോമാസേട്ടൻ തന്നെയാണ് ഇവിടെ വെള്ളം ആ ബോർവെല്ലരെ കൊണ്ട് നോക്കിച്ചിട്ട് വെള്ളം ഇല്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല എന്നേക്കാളും നന്നായി ചേട്ടനറിയാം 5 ബോർവെല്ല അപ്പുറത്ത് 5 എണ്ണമാണ് കുത്തിയിട്ടുള്ളത്. ഈ 5 എണ്ണത്തിൽ ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയിട്ടില്ല. ഇനി സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊരു പരീക്ഷണം നടത്താം. അതുമില്ല, കടം മേടിച്ചിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്. എൻ്റെ തോമസേട്ടൻ എന്താ പറയണം? അപ്പോൾ തോമസേട്ടൻ പറഞ്ഞു അല്ല അച്ഛാ, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. ഇനി ഞങ്ങൾക്ക് വയസ്സാവുകയാണ്. ഇനി ഇത്രയും ദൂരം കുർബാനയ്ക്ക് മുമ്പും കുർബാനയ്ക്ക് ശേഷമൊക്കെ ഇത്രയും ദൂരം പോയിട്ട് വെള്ളം പോയിട്ട് എടുത്ത് വന്ന് കുർബാനയ്ക്ക് വന്ന് ജോലിക്ക് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല അച്ഛാ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന മിസ്സാവുന്ന സാഹചര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് 2ാമത്തെ പോയിൻ്റാണ് പറഞ്ഞത്. കുർബാന എന്താ പറഞ്ഞത്? തോമസേട്ടൻ പറഞ്ഞത് എന്താ? കുർബാന കളയുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ പറയണം. അതുകൊണ്ട് അച്ഛാ, അച്ഛൻ ഇവിടെ വെഞ്ചരിച്ച് തരണം. അച്ഛൻ എന്നിട്ട് പുള്ളി ഞാൻ പറഞ്ഞു ഞാനപ്പോൾ അങ്ങനെ വിസമ്മതിച്ച് നിൽക്കുകയാണ്. കാരണം ഞാനപ്പോൾ ചിന്തിച്ചു, എൻ്റെ തല കൊണ്ട് ചിന്തിച്ചു, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. അതായത് ബോർവെല്ലുകാർ വന്ന് നോക്കി വെള്ളമില്ല, ചുറ്റും 5 ബോർവെല്ലടിച്ചു വെള്ളമില്ല. പിന്നെ ഇയാളുടെ പൈസയും ഇല്ല, തോമസേൻ്റെ പൈസയും ഇല്ല. നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ സഹായിക്കാം, എങ്കിലും പിന്നെ കുറേ ചുമ്മാ കടം പേടിച്ചിട്ട് ആവശ്യമില്ല, അത് എന്തായാലും ഫ്ലോപ്പ് ആവുമെന്ന് അറിയാം. പക്ഷേ പുള്ളി അപ്പോൾ അവസാനം പുള്ളി ഒരു കമാൻഡിങ് ഇളക്കി. പുള്ളി പറഞ്ഞു അച്ഛൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചിട്ട് ഈ മണ്ണ് ആശീർവദിക്കണം. മനുഷ്യൻ പറഞ്ഞ വാക്കാണ്. അച്ഛൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചിട്ട് ഇവിടെ ആശീർവദിക്കണം. അച്ഛാ, ഇസ്രായേൽ ജനത്തിന് പാറയിൽ നിന്ന് വെള്ളം നൽകിയ നമ്മുടെ കർത്താവ്, ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ നിന്ന് വെള്ളം നൽകിയ നമ്മുടെ കർത്താവ്, ആ കർത്താവ് ഇന്നും സജീവനാണ്. ആ കർത്താവ് വെള്ളം തരുവച്ചാ അച്ഛൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചിട്ട് ആശീർവദിച്ചോളാൻ പറഞ്ഞു. ഇത്രയും കമാൻഡിങ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചൊല്ലുണ്ടല്ലോ, ചൊല്ലിയ വഴി പോയില്ലെങ്കിൽ
അതന്നെ സംഭവം. അപ്പോൾ ഞാൻ എന്നാൽ ശരി, എന്നാൽ പിന്നെ ഇത് പഠിക്കും. ഇത് അങ്ങനെ ഞാൻ വലിയ വിശ്വാസമായിട്ടൊന്നുമല്ല. ഞാൻ എന്തായാലും കർത്താവേ ഇതിനെ സുബോധം കൊടുക്കണേ എന്നുള്ള രീതിയിലാണ് ഞാൻ. കാരണം ഇതുപോലേക്ക് പറയുന്നത്, പാറയിൽ നിന്ന് മറ്റേ മരുഭൂമിയിൽ നിന്നൊക്കെ വെള്ളം വറ്റുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സഹോദരങ്ങൾ സത്യമായിട്ടും എൻ്റെ ഉള്ളിൽ അല്പം പോലും വിശ്വാസം ഉണ്ടായിട്ടല്ല. ഇനി മനുഷ്യൻ വേറെ വല്ലതൊക്കെ പറയണേക്കാളും മുമ്പ് ഞാനത് അങ്ങോട്ട് വെഞ്ചിരി എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അന്നൊരു ചൊവ്വ ബുധന മറ്റോ ആയിരുന്നു. പിന്നത്തെ ഞായറാഴ്ച അപ്പോൾ എൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെങ്കിൽ 6:30 കുണ്ടുകാട് കുർബാന, 8:30 എനിക്കൊരു ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു പുല്ലങ്കണ്ടെന്ന് പറഞ്ഞിട്ട്, അവിടെ കുർബാന, വീണ്ടും 10 മണിക്ക് ഇവിടെ കുർബാന. അപ്പോൾ 6:30 കുർബാന കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നുണ്ട്, ഒരു കപ്പ് എടുത്തിട്ട് ഗ്ലാസ് കാപ്പി കുടിക്കുന്നുണ്ട്. തൊട്ട് അപ്പുറത്ത് തന്നെ കണക്കുകളും കാര്യങ്ങളും 1-2 കണക്കുകളൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ തോമസ് ഏട്ടനും ഡോളി ചേച്ചി ഈ പെപ്സിയുടെ 1.5 ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടല്ലോ, അതിൽ വെള്ളമായിട്ട് നമ്മുടെ തോമസ് ഏട്ടൻ അച്ഛാ കർത്താവ് ഇടപെട്ടു, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രിയ സഹോദരങ്ങളെ ഈ തോമസ് ഏട്ടൻ ഈ പെപ്സിയുടെ 1.5 ലിറ്ററിൻ്റെ കുപ്പിയായിട്ട് എനിക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. അന്ന് കരങ്ങളടിച്ചോ, വലിയൊരു അത്ഭുതമാണ് അത് എൻ്റെ സഹോദരങ്ങളെ. അങ്ങനെ അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും അത് വലിയൊരു അത്ഭുതം. കാരണം എന്താണ്, 5 ബോർവെല്ല് അപ്പുറത്തടിച്ചിട്ട് എൻ്റെ പുറകിലടിച്ചിട്ട് വെള്ളമില്ലേ, ഇവർക്ക് വെള്ളം കിട്ടിയെന്നുള്ളത് വലിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അടുത്ത സംശയം വന്നു, കർത്താവ് നൽകി എന്ന് പറയപ്പെടുന്നു ഈ വെള്ളം ഇനി എങ്ങനെയായിരിക്കും? ഇതാണ് ഞാൻ വേഗം ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആ വെള്ളം രുചിച്ചു നോക്കിയപ്പോൾ എൻ്റെ സാധാരണ കിണറിലെ വെള്ളം എത്രമാത്രം ശുദ്ധമാണോ അതുപോലെ ശുദ്ധമാണ് കർത്താവ് ബോർവെല്ലിലൂടെ തോമസ് ഏട്ടന് നൽകി. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. പ്രൈസ് ദി ലോർഡ്. വലത് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനപ്പോൾ പറഞ്ഞു, കർത്താവ് ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചു കേട്ടോ എന്നൊക്കെ ഞാൻ അവരോടൊക്കെ നന്നായിട്ട് പറഞ്ഞു. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഞാൻ കുർബാനയും അതുപോലെ തന്നെ യൂണിറ്റ് മീറ്റിങ്ങുകളും അതൊക്കെ നടന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം ഉണ്ടായി. എന്താണെന്നറിയാവോ? അതായത് ഞാൻ സെമിനാരി കാലം മുതലേ, അതായത് നമുക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ജപമാല, കാനന നമസ്കാരം, ഇതൊക്കെ പരമാവധി നമ്മൾ ജപമാല ഒന്നും മുടങ്ങിയിട്ട് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും ജപമാല മുടക്കിയിട്ടുള്ള അവസ്ഥകളൊന്നും. അതുപോലെ കാനന നമസ്കാരമൊക്കെ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ശരിക്കും 2-3 എണ്ണം ഒരുമിച്ച് അങ്ങോട്ട് ചൊല്ലി അങ്ങനെ മിസ്സാക്കുന്ന സാധാരണ രീതിയിൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ എൻ്റെ പേഴ്സണൽ പ്രയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. പക്ഷേ എൻ്റെ വലിയൊരു വേദന ഇതായിരുന്നു. ഞാനപ്പോൾ ഇത്രമാത്രം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇത്രമാത്രം ഞാൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ. എന്നാൽ ഒരു പ്രതികൂലത്തിൻ്റെ മുൻപിൽ ഈ 4ാം ക്ലാസ് പോലും പഠിപ്പില്ലാത്ത ഈ തോമസ് ഏട്ടൻ വിജയിച്ചിടത്ത് ഇതൊക്കെ ചെയ്യുന്ന ഞാൻ പരാജയപ്പെട്ടു. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായോ? അതായത് ഒരു പ്രതികൂലത്തിൻ്റെ മുൻപിൽ ഈ സംഭവങ്ങൾ മുഴുവൻ എടുത്ത് ചക്രശ്വാസം വരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ പരാജയപ്പെട്ടിടത്ത് 4ാം ക്ലാസ് പോലും ജയിക്കാത്ത തോമസ് ഏട്ടൻ എന്തുണ്ടായി? തോമസ് ഏട്ടൻ വളരെ സിമ്പിളായിട്ട് അവിടെ ജയിച്ചു. ഇതെൻ്റെ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് ഭയങ്കര ഒരു എൻ്റെ വിശ്വാസത്തെ ശരിക്ക് ഇളക്കി. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ തോന്നിയ പോലെ അങ്ങനെ അതിനുവേണ്ടിയല്ല ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് കർത്താവിൻ്റെ ശുശ്രൂഷകനായിട്ട് തീരാനാണ്. അത് വചനം പറയാനും കൂദാശകൾ പരിക്രമണം ചെയ്യാനും വേണ്ടി തന്നെയാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അതിനായിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പരിശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ഈ അനുഭവം എന്നെ ശരിക്കും അങ്ങോട്ട് ഭയങ്കര വ്രണിത ഹൃദയനാക്കി, എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വേദനയാക്കി. അങ്ങനെ ഞാൻ ഓർക്കുകയാണ്, ഒരു 7 മണിയൊക്കെ സമയമായപ്പോഴേക്കും മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് 7 മണി കഴിഞ്ഞാലും പിന്നെ സാധാരണ രീതിയിൽ അവിടെ ആരും വന്ന് മുട്ടില്ല. പിന്നെ ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുണ്ടെങ്കിൽ മിക്കതും അത് കാട്ടുപന്നി അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും. അവിടെ ഒരു കാട്ടുപ്രദേശം കൂടിയാണ്. അപ്പോൾ ഞാനൊരു 7 മണിക്കായപ്പോൾ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പള്ളിയിലേക്ക് കിടക്കാം. അപ്പോൾ സിസ്റ്റർമാരുടെ ഭക്ഷണമായിരുന്നു. അന്ന് കുറച്ച് കഞ്ഞി എന്തൊക്കെ കഴിച്ചിട്ട് ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു മനസ്സിലൊരു ഒരു ഭയങ്കര ഒരു വിഷമം വരിക, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് സെമിനാരി കാലം മുതൽ ഞാൻ ഇനി അത് ഷെയർ ചെയ്യാനായിട്ടൊന്നും അങ്ങനെ കണ്ടമാനം പോകാറില്ല. നമ്മുടെ ഷെയറിങ് അത് ഞങ്ങളോട് മൈക്കിളച്ചൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഷെയർ ചെയ്യാൻ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ഷെയർ ചെയ്യേണ്ടത് ഈശോയുടെ മുൻപിൽ പോയിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കുക. ആ ഷെയറിങ് മാത്രമാണ് ഇഫക്റ്റീവ് ആവുള്ളൂ. മറ്റേത് എന്താണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടി ഭാരങ്ങൾ ഏറ്റിട്ട് വേണം പിന്നെ നടക്കാനായിട്ട്. അന്ന് മുതലേ പ്രിയ സെമിനാരി കാലം മുതലേ അത് എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സിലൂടെ കിട്ടിയിട്ടുള്ളൊരു അഭിഷേകമാണ്. എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ദിവ്യകാരണത്തിന് മുമ്പിൽ ഞാൻ പോയിട്ടിരിക്കാറുണ്ട്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ബൈബിള് അതുപോലെ തന്നെ നമ്മുടെ CCC എന്ന് പറഞ്ഞൊരു പുസ്തകമില്ലേ, ഞാൻ കുറച്ച് വലുതായിട്ട് അത് സാധാരണ രീതിയിൽ നമ്മൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പുസ്തകമാണ്. അല്പം ബുദ്ധിമുട്ടുള്ളൊരു പുസ്തകമൊക്കെയാണ്. അങ്ങനെ CCC ഉണ്ട്. പിന്നെ അങ്ങനെ 1-2 പുസ്തകങ്ങളും ജപമാലയ്ക്ക് ആയിട്ട് അപ്പോൾ ജപമാല ചെല്ലാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ജപമാല എടുത്ത് ഒരു 7-7:30 കാണും കഞ്ഞി കുടിച്ചിട്ട് ഞാൻ അങ്ങനെ സക്രാരിയുടെ മുൻപിൽ മുട്ടുകുത്തി ഒരു രഹസ്യം ചെല്ലുമ്പോഴേക്കും ഞാൻ മടുത്തു പോയി.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ മുട്ടുകുത്തിയിരുന്നത് നമ്മൾ പതുക്കെ ഇരുന്നപ്പോൾ ഇനി എന്ത് ചെയ്യും. അതായത് എൻ്റെ മനസ്സിൽ ശരിക്കും എൻ്റെ വലിയൊരു വേദനയാണ്. എൻ്റെ വലിയ വേദനയാണ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവം. അതായത് തോമാസേട്ടൻ വിജയിച്ചെടുത്ത് ഞാൻ എന്തുകൊണ്ട് എങ്ങനെ പരാജയപ്പെട്ടു. അങ്ങനെ ഞാൻ ആദ്യം ജപമാല ചെല്ലാൻ പരിശ്രമിച്ചു, പറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്നു. ബൈബിളിൽ നിന്ന് ശരി ബൈബിൾ വായിക്കാം. ബൈബിൾ ഞാൻ ഒന്ന് രണ്ട് മറച്ചൊക്കെ നോക്കി. എൻ്റെ സഹോദരങ്ങളെ എനിക്ക് പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈബിൾ അടച്ചു. അങ്ങനെ ചുമ്മാ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഒരിക്കലും ഞാൻ എടുക്കാത്ത പുസ്തകമാണ് ഞാൻ. പക്ഷെ വെറുതെ അത് എടുത്തു. അത് വെറുതെ എടുത്തപ്പോൾ അതിൽ 150ാമത്തെ ഖണ്ഡികയാണ് എനിക്ക് കിട്ടിയത്. ആ ഖണ്ഡിക ഇങ്ങനെയാണ്: മനുഷ്യനെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് വിശ്വാസം. മനുഷ്യനെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് വിശ്വാസം. പ്രിയ സഹോദരൻ, അവിടെ പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചു. ഞാനത് റീറൈറ്റ് ചെയ്തു, ഞാൻ റീഡിഫൈൻ ചെയ്തു. മനുഷ്യനെ, അവിടെ ഞാൻ എൻ്റെ പേര് സജുവിന് ദൈവം മനുഷ്യനായതാണ് യേശു ക്രിസ്തു. അപ്പോൾ സജുവിന് യേശുക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് എന്ത്. ഇത് പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കി. നമ്മുടെ പേര് വെച്ചിട്ട് എൻ്റെ യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയെന്ന് നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കിയേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഞാൻ പരാജയപ്പെട്ടിടത്ത് തോമാസേട്ടൻ വിജയിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ: എൻ്റെ യേശു ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കും. എൻ്റെ യേശു ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കും. ഈ ഒരു ശുശ്രൂഷ അഭിഷേകമായി തീരണോ, ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹമായി തീരണോ. പ്രിയ സഹോദരങ്ങളെ, ഇവരൊന്നും ഒറ്റ കാര്യം നമ്മൾ കർത്താവ് യേശുവേ, എനിക്ക് അങ്ങയോട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ഈ ദിവസങ്ങളിൽ എനിക്ക് വ്യക്തിപരമായ ബന്ധത്തിന് എനിക്ക് സാധിക്കണം.